ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുർത്തയിൽ കഥകളിയുടെ ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഥകളിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അത് യെല്ലോ കാർബൺ പേപ്പറോ അല്ലെങ്കിൽ കാർബൺ പേപ്പർ ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ കളേഴ്സായിട്ട് ഞാൻ സൈറ്റിൽ നിന്ന് ഇതുപോലത്തെ ഒരു പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ടാണ് ഞാനിപ്പം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കെ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് വരച്ച് വരിക. ആദ്യം നമ്മൾ ട്രേസ് ചെയ്താണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലോത്ത് ഞാനിപ്പോൾ കുർത്ത സ്റ്റിച്ച് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ പ്ലെയിനായിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കുർത്തയിൽ 3 കഥകളിയുടെ ഫേസസാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഒരു കഥകളി വരയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ ഈ ഒരു പിക്ചർ മാത്രമല്ല കുറേ പിക്ചേഴ്സ് നമുക്ക് ഗൂഗിളിലൊക്കെ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അങ്ങ് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒന്നെങ്കിൽ യെല്ലോ കാർബൺ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടകളിലൊക്കെ യൂസ് ചെയ്യുന്ന കാർബൺ പേപ്പേഴ്സോ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് അല്ലാതെ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ട്രേസ് ചെയ്ത് വരയ്ക്കുക. അപ്പം ഞാൻ ആ ഒരു മഞ്ഞ കളർ കൊടുത്തതിൻ്റെ ബോർഡറിന് അവിടെയാണ് ജസ്റ്റ് ഒരു ഓറഞ്ച് കളറൂടെ ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെയിൻ്റ് എന്ന് വെച്ചാൽ അക്രലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് നനച്ചാലൊന്നും അങ്ങനെ കളറൊന്നും അങ്ങനെ പോകത്തില്ല. പെർമനൻറ്റ് കളറാണ്. അങ്ങനെ കളറൊന്നും നമ്മൾ പോകത്തില്ല. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം വൈറ്റ് ആയതുകൊണ്ട് മറ്റ് കളേഴ്സൊന്നും സ്പ്രെഡ് ചെയ്യാതെ വേണം നമ്മളിപ്പോൾ ഏത് കുർത്തയാണെങ്കിലും ഏത് സാരി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതൊന്നും സ്പ്രെഡ് ചെയ്യാതെ വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മൾ വെള്ളത്തിലൊന്ന് തൂത്തതിന് ശേഷം ഒരു എന്താണ് വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് മുക്കിയിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഇതിനകത്തൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ക്ലോത്ത് നമുക്ക് കളയേണ്ടി വരും. ഞാനിവിടെ പതുക്കെ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു കളേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഏതാണ് ഗ്രീന്, റെഡ്, യെല്ലോ, ഓറഞ്ച് അപ്പോൾ ഇത് ഇത്രയുമാണ് കഥകളിയുടെ ആ ഒരു കിരീടത്തിൻ്റെ ഒരു കളറെന്ന് പറഞ്ഞേക്കുന്നത്, ആ ഒരു ഫേസിൻ്റെ കളറെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ പച്ചയാണെങ്കിൽ ആ ഒരു ഫേസിലടിക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വൈറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടടിക്കാം. ഒരു തത്തപ്പച്ച കളറുണ്ടല്ലോ ആ കളർ അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗ്രീൻ കളറും അടിക്കാം. ഒരുപാട് ഡാർക്ക് ഗ്രീൻ നമ്മൾ അടിക്കരുത്. അപ്പം ഇടയ്ക്ക് നമ്മൾ വൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്യുവർ വൈറ്റ് ചിലപ്പം കിട്ടണമെന്നില്ല. ചിലപ്പം ആ കളറുമായിട്ടൊക്കെ മിക്സ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് തീർത്തത്. അതിൽ ഒരു കഥകളിയുടെ ഫേസിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ പതുക്കെ വരച്ചെടുത്താൽ മതി. നമ്മൾ പോയിൻറ്റഡ് ബ്രഷസാണ് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വലിയ ബ്രഷസ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കണ്ണൊക്കെ വരയ്ക്കുവാണെങ്കിൽ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുഞ്ഞ് നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് വരയ്ക്കുന്നതിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ പരന്നിരിക്കുന്ന ആ ടൈപ്പ് ബ്രഷ് എടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം പോയിൻറ്റഡ് ബ്രഷ് വെച്ചാണ്, എല്ലാം പോയിൻറ്റഡ് തന്നെ വെച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം കളറൊന്നും അങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നല്ല പോയിൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നമ്മൾ തൂത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചുണ്ടൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ വേണം വരയ്ക്കാൻ. പിന്നെ ഞാൻ ബോർഡർ മൊത്തം ഇങ്ങനെ കറുപ്പ് കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതും നമ്മൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കുർത്തയിലൊക്കെ വരയ്ക്കുമ്പോഴും സാരിയിലൊക്കെ വരയ്ക്കുമ്പോഴും വളരെ ടൈം എടുത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി ടൈം എടുക്കും തോറും അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിയൊക്കെ പോകുമായിരിക്കും. അപ്പം അത് നിങ്ങൾ കണക്കാക്കേണ്ട. ഒരുപാട് ടൈം എടുത്ത് ആ ഒരു ടൈം എടുക്കുന്നതിനനുസരിച്ച് ആ ഒരു നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ടൈം എടുത്ത് വേണം നമ്മൾ ഓരോ കുർത്തയിലും ഷർട്ടിലാണെങ്കിലും സാരിയിലാണെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കറുപ്പ് ഇതെല്ലാം നമ്മൾ അക്രിലിക് കളേഴ്സ്, നേരത്തെ പറഞ്ഞ അക്രിലിക് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ നനച്ചാലൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. ഫാബ്രിക് കളറല്ല, അക്രിലിക് കളറാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം പെയിൻറ്റിങ് ഏകദേശം കൊണ്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാട്ടോ ഞാൻ ആ ഒരു കുർത്തയിലെ 3 ഡിസൈനാണ്, 3 കഥകളിയുടെ ആ ഒരു ഫേസാണ് വരച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.